എന്താ? ഞാൻ രവികുമാറിനെ ഒന്ന് കാണാൻ വന്നത്. ഞാനാ രവി. എന്താ? കാവുംകാട്ടിന്ന് വരുവാ. കൗസല്യയുടെ ചേട്ടനാ. ഓ ശിവൻ, വാ കേറ്. എന്തുണ്ട് കൗസല്യയുടെ വിശേഷങ്ങൾ? സുഖമല്ലേ? അതെ. കല്യാണമൊക്കെ കഴിഞ്ഞു? ഇല്ല. പറ, വന്ന കാര്യം പറ. ഓ, ഒന്നുമില്ല. അവൾ എപ്പോഴും പറയുമായിരുന്നു രവിയുടെ കാര്യം. വന്ന് കണ്ടപ്പോഴാ സമാധാനമായത്. അതെന്താ? ഉള്ള കൂട് തന്നെ നല്ലത്. എത്താത്ത കൊമ്പത്ത് കൂട് കൂട്ടിയിട്ട് കാര്യമില്ല. ഞങ്ങൾ കോളേജിൽ ഫ്രണ്ട്സൊക്കെയായിരുന്നു. ഒരുപാട് തമാശകളൊക്കെ പറയും. കോളേജ് കഴിഞ്ഞ് എഴുത്തിലൂടായിരുന്നു തമാശ. ഒരു രസം. തമാശാണോ കാര്യമാണോ എന്ന് ഒന്ന് അന്വേഷിച്ചതേ ഉള്ളൂ. എന്നാ ഇനി ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. എന്നെ ഇവിടെ ഇറക്കി വിട്ടാൽ മതി. അടുത്ത വണ്ടിക്ക് ഞാൻ പോയിക്കോളാം. പോകാൻ വരട്ടെ. പരിചയപ്പെട്ട സന്തോഷമല്ലേ? നമുക്കൊന്ന് കൂടാം. ശിവനൊന്നും അത്ര കാര്യമായി എടുക്കരുത്. ഞാനത് അപ്പോഴേ മറന്നു. നമ്മൾ അങ്ങനെ ആയിരിക്കണം. നമുക്ക് നമ്മുടെ കാര്യമാ വലുത്, അല്ലേ? അതെ. ശിവൻ ഇന്ന് തന്നെ പോണമെന്നുണ്ടോ? അയ്യോ, എനിക്ക് ഇന്ന് തന്നെ പോണം. ഇന്നിവിടെ കൂടാമെന്നേ ഒരു ജോളി. വീട്ടില് കൗസല്യ ഒറ്റക്കല്ലേ ഉള്ളൂ. കൗസല്യെ കൂടെ കൊണ്ടുവരാമായിരുന്നു. ഇവരാരും കണ്ടിട്ടില്ല. അതെ, ഒരിക്കലൊന്ന് വാ, രണ്ടുപേരും കൂടി. കുടിയേ. ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. കേട്ടോ ശിവൻ, വേണമെന്ന് വെച്ചാൽ ഈ കല്യാണം ഒക്കെ നടക്കും. രവി എപ്പോഴും പറയും പെണ്ണുങ്ങളെ ടെസ്റ്റ് ചെയ്ത് നോക്കിയേ കല്യാണം കഴിക്കാവുന്നു. കൗസല്യ പഠിത്തം നിർത്തി കളഞ്ഞതുകൊണ്ടാ. അല്ലായിരുന്നെങ്കിൽ ശിവനിന് പോകാൻ ബസ് കിട്ടുമോ? കിട്ടും. അല്ലെങ്കിൽ കാർ എടുത്തു പോകാം. 10,000-15,000 ചോദിച്ചാ രവി പുല്ല് പോലെ തരും. ശിവൻ എന്ന് കൊണ്ടുവരുമെന്ന് പറ. എന്താ ഒന്നും പറയാത്തത്? രവി വരട്ടെ, പറയാം. ഇവര് പറഞ്ഞു കൗസല്യെ കൊണ്ടുവന്നാൽ 10,000 രൂപ വരെ തരാമെന്ന്. നേരാണ്? അല്ല, എനിക്ക് കൗസല്യെ ഇഷ്ടമാണെങ്കിൽ.
അവിടെ എന്റെ കല്യാണം നിശ്ചയിച്ചു. കെട്ടാൻ പോണത് ആരാണെന്ന് അറിയണ്ടേ? ആരാ? ഇനിയിപ്പം ഞൊണ്ടിവാസൊന്നും വിളിക്കാൻ പറ്റില്ലല്ലോ. വല്ല വാസുവേട്ടനൊന്നും മറ്റോ വിളിക്കണം. എന്തു പറ്റി കൗസു? നാളെയാ കല്യാണം. ആരെയും ക്ഷണിക്കുന്നില്ല ചേട്ടൻ, നിന്നെപ്പോലും. കല്യാണം കഴിഞ്ഞ ഉടനെ പോകും കല്യാണത്തെ വാസുവേട്ടന്റെ വീട്ടിലേക്ക്. പിന്നെ വരലും ഉണ്ടാവില്ല, കാണലും ഉണ്ടാവില്ല. നമ്മളിനി ഒരിക്കലും കാണില്ല അവിടെ. നിന്റെ കൗസു മരിച്ചുപോയെന്ന് കരുതിക്കോ. ചേട്ടൻ നിങ്ങളുമായി അന്ന് തല്ലുണ്ടാക്കിയതൊക്കെ വേണ്ടായിരുന്നു എന്നെനിക്കിപ്പോ തോന്നുന്നു. എനിക്ക് ഈ നാട്ടിൽ അധികാരം നിൽക്കാൻ കഴിയില്ല. ഞാനൊരുത്തനെ കൊന്നു. അതുകൊണ്ടൊക്കെയാ ധൃതി വെച്ച് കൗസല്യ വാസുവിന് പിടിച്ചു കൊടുത്തേ. അവളോടൊന്ന് മാപ്പ് പറയാൻ പോലും എനിക്ക് നേരം കിട്ടിയില്ല. ഇനിയുമുണ്ട് എനിക്കൊരു പെങ്ങൾ, ആവിതക്കുട്ടി. അവളെ സഹായിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവളെയും കൊണ്ട് ഈ നാട്ടിൽ നിന്ന് പോണതാ നല്ലത്. കൊള്ളില്ല ഈ നാട്. ചേട്ടൻ എന്താ പറഞ്ഞേ? നിന്നെ കൊണ്ട് ഈ നാട്ടിൽ നിന്ന് പോവാൻ ഈ നാട് കൊള്ളൂലെന്ന്. എങ്ങോട്ട് പോകാൻ? ആ കൗസുവിനെ കുറിച്ച് എന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. എന്റെ കൗസു പാവമായിരുന്നു കാക്ക. ഇതിലേതാ പൂവൻ, ഏതാ പേട? ഈ ഇണയെങ്കിലും പിരിയാതിരിക്കട്ടെ. അവിതേ, അവിതേ, എന്തായിരുന്നു അവിതേ? ഒന്നുമില്ല. പിന്നെ തല കറങ്ങി. മനസ്സിന്റെ വേദനയോട് തോന്നുന്നതാ. വാ, ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം. നടക്കാമോ നിനക്ക്? വാ. വിജയ് അറിയുന്നു എന്നെ? ജേക്കബ് പോലീസ് കരുത്. വർഷം 2 കഴിഞ്ഞു. എന്തായി വിജയന്റെ MA കോളേജൊക്കെ? അതൊക്കെ ഭംഗിയായി കഴിഞ്ഞു.
താനിപ്പോ ഇവിടെയാണോ? അല്ല, ഞങ്ങളുടെ ഒരു കക്ഷി നാട്ടിലുണ്ടായിരുന്നു, പൊക്കാൻ വന്നതാ. വിജയൻ എന്താ ഇവിടെ? വെറുതെ. ഇതെന്ത് കോലം? കൊള്ളല്ലേ? ഇതാരാ? ഒരു ബന്ധു. ശരി, ഞാൻ വരട്ടെ. ശരി, കാണാൻ വല്ലപ്പോഴും. വരട്ടെ. ഈ നാട്ടിലെ എന്റെ സമാധാനം നഷ്ടപ്പെടുന്നു. വെരി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ മൈ സൺ. നീ മഹാ ചീത്തക്കുട്ടി ആയിരിക്കുന്നു വിജയൻ. എന്റെ സ്നേഹം നിനക്ക് വേണ്ടെങ്കിലും നിന്നെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരു പെണ്ണുണ്ടല്ലോ ഇവിടെ. അവളെ നീ അറിയാത്തതെന്ത്? വിജയൻ എപ്പോഴും ചോദിക്കുമായിരുന്നു അവന്റെ അമ്മ മരിച്ച നാടേതെന്ന്. കാവുംകാട്ടിൽ അവൻ ഒരിക്കലും എത്തരുതെന്ന് കരുതി ഞാനത് ഒളിപ്പിച്ചു വെച്ചു. നശിച്ചൊരു നാടാണത്. ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അറിയിച്ചാൽ മതി. ഓക്കെ. ലോകത്തിൽ എവിടെയും അവനുണ്ടെന്നറിഞ്ഞിരുന്നെങ്കിലും ഞാൻ ഓടിച്ചെല്ലുമായിരുന്നു. കാവുംകാട്ടിലേക്ക് ഞാനില്ല. മോളൊന്ന് ചെല്ല്. അച്ഛനൊന്ന് കണ്ടാൽ മാത്രം മതിയെന്ന് പറയും. അവൻ വരുന്നില്ലെങ്കിൽ അവനോടൊപ്പം മരിക്കാൻ ഞാൻ അങ്ങോട്ട് ചെല്ലുമെന്ന് പറഞ്ഞുതരാം. ഇതാ അറിയുമോ വിജയേട്ട എന്നെ? വിജയേട്ടൻ ഇങ്ങനെ ഒരു നാട്ടിലുണ്ടെന്ന് ജേക്കബാണ് പറഞ്ഞത്. പക്ഷേ ഇങ്ങനെ ഒരു കൂട്ടുകാരിയുള്ള കാര്യം എന്തോ പറഞ്ഞില്ല. ഒരുപാട് പ്രതീക്ഷയോടാണ് വന്നത്. ഇനി വിജയേട്ടൻ തന്നെ പറഞ്ഞുതരും ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. പോണം. നമ്മൾ തിരിച്ചു ചെല്ലുന്നതും കാത്തിരിക്കുകയാണ് വിജയേട്ടന്റെ അച്ഛൻ. ഒന്ന് കാണാൻ. എന്താണ് പറയേണ്ടത്? കാവുംകാടെന്ന നാട്ടിൽ വെച്ച്
വിജയൻ മരിച്ചുപോയെന്ന്. ശരി, ഞാൻ പോകുന്നു. എന്നെ വേണ്ടെങ്കിലും എനിക്ക് വേണം വിജയേട്ടനെ. ഞാൻ ഇനിയും കാത്തിരിക്കും. ഞാൻ വിജയേട്ടനോട് എന്ത് തെറ്റാ ചെയ്തതെന്ന് ഒന്നറിയിച്ചേക്കണേ എപ്പോഴെങ്കിലും. മിക്കവാറും വിജയേട്ടന്റെ അച്ഛൻ ഇങ്ങ് എത്തിയേക്കും. വിടാതിരിക്കാൻ ശ്രമിക്കാം. എന്താ അവിതേ? എനിക്കൊന്നും ഒളിപ്പിക്കാനില്ല. ആ പോയത് കുസുമമാണ്. ഞാൻ കല്യാണം കഴിക്കേണ്ടിയിരുന്ന പെണ്ണ്, എന്റെ മുറപ്പെണ്ണ്. എനിക്ക് അച്ഛനുണ്ട്. അച്ഛന് കൽക്കട്ടയിൽ ഒരു ചൂതാട്ട ക്ലബുണ്ട്. ബാംഗ്ലൂരിൽ ഒരു മുന്തിരിത്തോട്ടം, ഇരവിപുരത്തൊരു ഫാക്ടറി, നിലമ്പൂരിൽ എസ്റ്റേറ്റ്, കല്ലായിൽ ഒരു പടുകൂറ്റം ബംഗ്ലാവ്. ആ ബംഗ്ലാവിൽ അച്ഛൻ എനിക്ക് കുട്ടിക്കാലത്ത് വാങ്ങിച്ചു തന്ന കളിപ്പാട്ടം തുടങ്ങി കഴിഞ്ഞ പിറന്നാളിന് സമ്മാനം തന്ന എയർ കണ്ടീഷൻ ചെയ്ത കാറ് വരെയുണ്ട്. എനിക്കെല്ലാം ഉണ്ട്. MA ഒരു ഫസ്റ്റ് ക്ലാസ്, ഒരു ഫസ്റ്റ് റാങ്ക്. ഇല്ലാത്തത് അമ്മയായിരുന്നു. അമ്മയുടെ സ്നേഹമായിരുന്നു. അമ്മയെക്കുറിച്ച് ചോദിക്കുമ്പോഴൊക്കെ അച്ഛനൊരു കള്ളനെ പോലെ എന്തൊക്കെയോ ഒളിപ്പിക്കുമായിരുന്നു. എനിക്കിപ്പോഴും ബലമായ സംശയമുണ്ട്, അമ്മ ആത്മഹത്യ ചെയ്തതാണെന്ന്, അല്ലെങ്കിൽ കൊന്നതാണെന്ന്. ആ ചിന്ത മനസ്സിനെ വേദനിപ്പിച്ചപ്പോ എനിക്ക് എല്ലാവരോടും വെറുപ്പായി. ഞാൻ നാട് വിട്ടോടി. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കുഞ്ഞുനാളിൽ ഈ പുഴയോരത്തൂടി നടക്കാൻ എന്റെ അമ്മ എന്നെ കൂട്ടിക്കൊണ്ടുവരുമായിരുന്നു. നാട് വിടുമ്പോ ഈ മലയും ഈ പുഴയും മാത്രമായിരുന്നു ലക്ഷ്യം. ഒടുവിൽ എങ്ങനെയെല്ലാമോ ഇവിടെത്തി. ഇവിടെ എന്നെ കാത്തിരിക്കാൻ ആബിദയുണ്ടായിരുന്നു. ആബിദേ, 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 എന്ത് പറ്റി ആബിദേ? കണ്ണു തുറക്ക ആബിദേ. ആബിദേ, ആബിദേ, പനിക്കുന്നുണ്ടല്ലോ, ഒന്ന് കണ്ണു തുറക്ക ആബിദേ. എന്താ ആബിദേ, എന്ത് പറ്റി? തല കറങ്ങിയോ? നാളെ രാവിലെ നിന്നെ കൊണ്ട് ഞാൻ നാട്ടിൽ നിന്ന് പോകും. നമുക്കൊരു നല്ല ഡോക്ടറെ കാണണം. നീ വരില്ലേ? വരില്ലേ അവിനെ? നീ എന്റെ കൂടെ വരണം. അച്ഛനും കുസുമൊന്നും എനിക്ക് പ്രശ്നമല്ല. എനിക്ക് നിന്നെ മതി ആവിതേ. നീ എന്റേതാണ്.